സാഹചര്യം മാറിയതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾ ശൈലിയിലൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അമ്പാകം പറയണ്ട. നിങ്ങളെന്തിനാ ഇല്ല ദീനിൽ എന്ന് പറയുന്നതെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദീനിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, നിങ്ങൾ പറയണ്ട. ഇതാണ് നമുക്കിടയിലുള്ള പ്രശ്നം. കാണുമ്പോൾ വായിക്കാം. കെ എം മൗലവി മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് പറഞ്ഞ അൽ മുർഷിദിൽ എഴുതിയ ഒരു വാചകമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കാണാൻ കഴിയാത്ത അൽ മുർഷിദ് പഴയ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറബി മലയാളത്തിലുള്ള പത്രമാണ്. ആ പത്രത്തിൽ കെ എം മൗലവി അവറുകൾ മൗദൂദി സാഹിബിനെ കുറിച്ച് പറഞ്ഞ വാചകമാണ് വായിക്കുന്നത്. ഇത് അറബിയിലാണ്. وفي هذه الأوقات الحرجة العصيبة نشكر الله تعالى على أن أقام فينا في بلاد الهند رجلا رشيدا مؤمنا صادقا تفطن لغوائل هذه القومية المتحدة اسمه السيد أبو العلا وفقه للجهاد في سبيل الإسلام حق الجهاد في إصداره مجلته ترجمان القرآن بلا تعطيل ثم طبعه رسالة مسلمان أو موجودة سياسي كشمكش طبعهما جزئين الجزء الأول والثاني يوجدان في إدارة دار الإسلام پٹھانکوٹ پنجاب ينبغي للمسلمين اقتناؤها وترويجها ونشكره أيضا على هذا العمل ولا يرسله إلينا تبعا على طريقة المفاضلة. അൽ മുർഷിദ് വാള്യം 4 ലക്കം 8 1938 ഡിസംബർ 1307 ഇതിൽ പറയുന്നു, ഈ പ്രയാസകരമായ കഠിനതരമായ പ്രതിസന്ധിയിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അവൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു റജുലുൻ റഷീദ്, ഒരു മഹാനവറുകളെ നിയോഗിച്ചു തന്നിരിക്കുന്നു. മൂമിനൻ സാദിഖൻ, സത്യസന്ധനായ സത്യവിശ്വാസി, മൂമിനായ സാദിഖായ ഒരു മൂമിൻ. തഫത്തന ലിഗവായിലി ഹാദിഹിൽ ഖൗമിയ്യത്തിൽ മുത്തഹിദ, ഏക സംസ്കാരം എന്ന് പറയുന്ന കോൺഗ്രസും RSSകളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വാദത്തിന്റെ അപകടങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഇസ്മുഹു അസ്സയ്യിദ് അബുൽ അല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വഫഖഹു ലിൽ ജിഹാദി ഫീ സബീലിൽ ഇസ്ലാം ഹഖൽ ജിഹാദ്, ഇസ്ലാമിന്റെ മാർഗത്തിൽ ശരിയായ ജിഹാദ് ചെയ്യുവാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീക്ക് ചെയ്തിരിക്കുന്നു. തൗഫീക്ക് ചെയ്യട്ടെ. അദ്ദേഹം തർജിമാനുൽ ഖുർആൻ എന്ന ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട് മുടക്കമില്ലാതെ. പിന്നെ മുസൽമാൻ അവർ മൗജൂദ സിയാസി കശ്മകഷ്, മുസ്ലിങ്ങളും നിലവിലുള്ള രാഷ്ട്രീയ വടംവലിയുമെന്നൊരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഇന്നടത്തിൽ എഴുതിയാൽ കിട്ടും. എല്ലാ മുസ്ലിമീങ്ങളും അത് വായിക്കണം, വായിച്ച് സൂക്ഷിക്കണം. ഇത് കെ എം മൗലവി അവറുകൾ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക, എന്നാ വിശ്വസിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടായ സംഭവമാണിത്. ഇങ്ങനെയൊക്കെ ഒരു കാലം കഴിഞ്ഞുപോയിരുന്നു. ഇന്ന് കാറ്റിനൊപ്പിച്ച് തൂറ്റുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നത് ഏത് കൊടിയ ഭൗതികവാദിയായാലും, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഖുറൈശി കൂട്ടത്തിലെ ഒരു ബിംബമാണ് എന്ന് പറഞ്ഞ ആളായാൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുമെങ്കിൽ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും. അത്രത്തോളം
ഈ ദീനീ പ്രസ്ഥാനത്തോടുള്ള പക വന്നു പോയിരിക്കുന്നു. നിർഭാഗ്യജനങ്ങൾ അവരുടെ മുൻഗാമികൾ പറഞ്ഞ കാര്യമാണ്. ഈ തരത്തിലുള്ള വാചകങ്ങൾ അവരുടെ പഴയ കൃതികളിലൊക്കെ നിറഞ്ഞു കിടക്കുക. ഉദ്ധരിക്കാൻ പ്രയാസമുള്ള അത്ര അതുണ്ട്. ഒന്ന് രണ്ട് വാചകം ഞാൻ നിങ്ങൾക്ക് പറയാം.